الله أكبر الله أكبر لا إله إلا الله. ما ما ഞാൻ പോണേ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. ആ സമയം ഒരുപാടായി. എന്തെങ്കിലും വാങ്ങണോ? ഇച്ചിരി പച്ചക്കറി തന്നെ വാങ്ങിച്ചു. ആ ഓക്കെ ഓക്കെ, ഞാൻ പോണേ. ലൈറ്റ് എവിടെ? ആ മേശപ്പുറത്തുണ്ട്, എടുത്തു. അമ്മ പോണേ. संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्विकम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्विकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं നല്ല 1 കിലോ പോത്തെടുത്താണ് മോളെ. നെയ്യില്ലാത്ത നോക്കി എടുക്കണേ കേട്ടാ, നെയ്യില്ലാത്ത നോക്കി എടുക്കണം കേട്ടാ. പിന്നെ വീട്ടിലെന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഒരുപാട് അസുഖമൊക്കെ കുറവുണ്ട്. പാപ്പ മരിച്ചതിൽ പിന്നെ മോൾ ഇവിടെ തന്നെ അല്ലേ? പിന്നെ പോത്ത് എന്ത് നമ്മളടുത്തൊന്നും മിണ്ടൂല്ലേ? ദേവന്റെ അടുത്ത് മാത്രമേ മിണ്ടുള്ള. നമ്മളൊക്കെ ഈ നാട്ടുകാര് തന്നെ കേട്ടാ. പുളിക്കടവിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ പോട്ടാ. എവിടെയായിരുന്നു ഇത്ര നേരം? എന്താ ഒരു മൗനം? എന്താ നിന്റെ ഉദ്ദേശം? നമുക്കിങ്ങനെ തന്നെ
നമുക്കൊരു ജീവിതം വേണ്ടി. നിനക്കറിയാലോ, നമ്മൾ രണ്ട് മതം എല്ലാം അറിയാമല്ലോ. ദേവ, നിനക്കറിയില്ലേ, നിന്റെ ഫാമിലി എന്നെ വെറുതെ വെച്ചേക്കോ? ജീവിതത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കാണുന്ന മരിച്ചില്ലേ ഞാൻ കിട്ടിട്ട് വെച്ചാൽ ഹൃദയത്തിൽ പടർന്നതും മുറുക്കമുള്ളല്ലോ മനസ്സിലെ മാണിക്യക്കല്ലല്ലേ നീ ഉയിരിലെ തൂ മേരി സപ്പനോ മേ തൂ മേരി സാസോ മേ തൂ ഹി മേരി മുഹബ്ബത്ത് തൂ മേരി സപ്പനോ മേ തൂ മേരി സാസോ മേ തൂ ഹി മേരി മുഹബ്ബത്ത് കണ്ണുകൊണ്ടെന്നിലിട്ട ഹിക്മത്ത് ഓനുള്ളിലൊളിപ്പിച്ചതിൽ മുഹബ്ബത്ത് കണ്ണുകൊണ്ടെന്നിലിട്ട ഹിക്മത്ത് ഓനുള്ളിലൊളിപ്പിച്ചതിൽ മുഹബ്ബത്ത് കണ്ണെത്താ ദൂരത്തോനെ തിരയണ് മഹർ കൊതിച്ച് ഞാനിരിക്കണ് കണ്ണിൽ കമറു കണ്ടെന്നുള്ളം പെടക്കണ് ആദത്ത് നിന്നോടൊന്നിച്ചിരിക്കണം കണ്ണോരം കണ്ണിൽ നോക്കിയിരിക്കണം തൂ മേരി സപ്പനോ മേ തൂ മേരി സാസോ മേ തൂ ഹി മേരി മുഹബ്ബത്ത് തൂ മേരി സപ്പനോ മേ തൂ മേരി സാസോ മേ തൂ ഹി മേരി മുഹബ്ബത്ത് കണ്ണുകൊണ്ടെന്നിലിട്ട ഹിക്മത്ത് ഓനുള്ളിലൊളിപ്പിച്ചതിൽ മുഹബ്ബത്ത് ആ കണ്ണുകൊണ്ടെന്നിലിട്ട ഹിക്മത്ത് ഓനുള്ളിലൊളിപ്പിച്ചതിൽ മുഹബ്ബത്ത് അല്ലാഹുവേ ഓനാണെന്റെ ബർക്കത്ത് കണ്ട നാൾ തൊട്ട് കൺമുന്നിലെ ഖുദ്റത്ത് ഖൽബിലെ കിതാബിലെ മുത്താണ് കൺമുന്നിൽ മിന്നിക്കത്തും ജിന്നാണ് ഇന്നും വൈകി. ഇത്ര ധൈര്യമില്ലാതെ നീ എന്തിനാണ് എന്നെ സ്നേഹിച്ചത്?
അതെ സംശയം. എന്ത്? വീട്ടിലെല്ലാവരും നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്താ ഈ പറയുന്നത്? എനിക്ക് എൻ്റെ കുടുംബം നോക്കണ്ടേ? എൻ്റെ പാരമ്പര്യം എന്താ നിനക്കറിയാലോ. നടക്കൂല. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഞാൻ വോട്ട് ചെയ്യാം. എന്തോന്ന് പറയുന്നത്? ഇതിനാണ് നീ എന്നെ സ്നേഹിച്ചത്? നിനക്കറിയില്ലായിരുന്നു ഞാൻ വേറെ മതത്തിലുള്ളതാണെന്ന്? എന്താണ് പാത്തു? എന്തെങ്കിലും ചെയ്യാം. ഒന്നും ചെയ്യാനില്ല. നീ എന്നെ കല്യാണം കഴിക്കണം. ഈ ഒരു അവസ്ഥയിൽ വേറെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. നീയും ഇറച്ചിക്കാരൻ്റെ മകളുമായിട്ട് എന്താണ് ബന്ധം? അമ്മ എനിക്കത് ഇഷ്ടം. അത് നടക്കില്ല ദേവ. എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല. അമ്മാമാരെ കുറിച്ച് നീ ചിന്തിച്ചു, എൻ്റെ അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചു. എനിക്ക് അവിടെ തന്നെ നടക്കില്ല, നിന്റെ ആഗ്രഹം നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കോ. എന്നാ ഞാൻ ഇതെല്ലാം അമ്മാമാരെ അറിയിക്കും. അറിയിച്ചു. എടാ ദിവാകര, നീ പെട്ടെന്ന് വീട് വരെ ഒന്ന് വാ. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി? ഇത് നിന്റെ മരുമോന്റെ അടുത്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? ചാച്ചി ഫോൺ ചെയ്തല്ലോ. എന്താ ദേവ ഇവിടെ പ്രശ്നം? അമ്മാവാ, എനിക്ക് അർജീവൻ ഒറ്റായി പാത്രം എനിക്കിഷ്ടം. നിനക്ക് വേറെ തമ്പിയില് മൂത്ത മോളെ നിനക്ക് അറിഞ്ഞൂടെ? അറിയാമല്ലോ. എടീ ചാച്ചി, ആ ഫോട്ടോ എടുത്തവൻ നോക്കൂ. നിനക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അതിന് മുന്നോട്ട് പോകാമല്ലോ. നീ ആ ഇറച്ചിക്ക് കൊച്ചിനെ വിട്ടുകളാ. ആലോചിക്കാം. അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം. അമ്മാവാ, എനിക്കൊരു കാര്യം പറയാം. അത് അമ്മ നിന്നോട് പറഞ്ഞു. അവള് ഗർഭിണിയാണെന്നാണ് പറയുന്നത്. അവള് ഗർഭിണിയാണോ? അവിടെ നീ എന്താണ് നിന്റെ തീരുമാനം? തീരുമാനിച്ചു. കുടുംബത്തിന്റെ അന്തസ്സും എല്ലാം നോക്കി തന്നെയാണ് നിന്റെ തീരുമാനം. നീ ഇനി അവളെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കുകയാണോ?
ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. വൈകിട്ടൊന്ന് കാവിലേക്ക് വരൂ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ വരാം.